Okay, good morning students. So today we are going to familiarize with the breadboard. ഇപ്പോൾ ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഒക്കെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ സർക്യൂട്ട്സ് കണക്ട് ചെയ്ത് നമുക്കതിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണക്റ്റിംഗ് ഏരിയ ആണിത്. ഓക്കെ, സോ ഇൻ ദിസ് യു ക്യാൻ സീ ഇതിൻ്റെ ടോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറേ ഹോൾസ് പോയിരിക്കുന്നത് കാണാം. ഈ കാണുന്ന ഈ ഹോൾസ് എല്ലാം, ഓൾ ദീസ് ഹോൾസ് ആർ വെയർ വി കണക്ട് ദ കോമ്പണൻസ്. നമ്മളുടെ റെസിസ്റ്റേഴ്സും ഡയോഡ്സും കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്ററും ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹോൾസാണ്, പ്രൊവിഷൻസ് ആണ് ഇതൊക്കെ. ഇവിടെ കാണുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസാണ്. സോ ദിസ് ഈസ് വെയർ വി വിൽ കണക്ട് ദ കോമ്പണൻസ് ആൻഡ് get the expected output. Now how to connect it and where does the connections form? ഇതിൻ്റെ ബാക്ക് വശത്ത് ശരിക്കും നമ്മളിത് ഫുള്ളി ക്ലോസ്ഡ് ആക്കിയാണ് വെച്ചേക്കാറ്. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യു ക്യാൻ സീ ഹിയർ സം മെറ്റൽ സ്ട്രൈപ്സ്. ഓക്കെ, ഇപ്പം ഇത് സ്റ്റീൽ ക്ലിപ്സ് അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെർട്ടിക്കൽ മെറ്റൽ സ്ട്രിപ്സ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. സോ ഇതിൽ നിന്ന്, അതായത് ഈ സ്ട്രൈപ്സിൽ നിന്ന് ഇതിലേക്കും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോ യു ക്യാൻ സീ ഹിയർ വെർട്ടിക്കൽ, റൈറ്റ്? ഓൾ ആർ വെർട്ടിക്കൽ ലൈൻസ് ഓർ വെർട്ടിക്കൽ സ്ട്രൈപ്സ്. സോ വിച്ച് മീൻസ് when you see on this part where you connect the components, ഇവിടെ നമ്മൾ വെർട്ടിക്കലി കണക്ട് ചെയ്താലേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുള്ളൂ, കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് അതായത് ഈ കംപ്ലീറ്റ് പോർഷനിൽ നമുക്ക് വെർട്ടിക്കൽ കണക്ഷൻസേ കിട്ടുള്ളൂ. ഓൺലി ദെൻ കറണ്ട് വിൽ ഫ്ലോ. ഇല്ലെങ്കിൽ അവിടെ നോ കണക്ഷൻ, അല്ലെങ്കിൽ സീറോ കണക്ഷൻ ആയിപ്പോവും. ജസ്റ്റ് ടു ബി ഫസ്റ്റ്ലി നോട്ടഡ്. നൗ ഇവിടെ മുകളിൽ കണ്ടാൽ നിങ്ങൾക്ക് നീളമുള്ള, അത് ലോങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ആണ് കാണാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഹൊറിസോണ്ടൽ മെറ്റാലിക് സ്ട്രൈപ്സ് ആണ്. യു ക്യാൻ സീ ഹിയർ എ ഗ്യാപ്പ്, അതായത് ഇതും ഇതേപോലെ ഈ രണ്ട് പെയർ ഓഫ് മെറ്റൽ സ്ട്രൈപ്സ് പോലെ യു ക്യാൻ ഫൈൻഡ് ഹിയർ ഓൾസോ എ പെയർ ഓഫ് മെറ്റൽ സ്ട്രൈപ്സ് വെയർ ദ കണക്ഷൻ ക്യാൻ ബി ഗിവൺ ബിറ്റ്വീൻ ദ കോമ്പണൻസ്. സോ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഓക്കെ, it is actually both the metal stripes or the connecting path is actually insulated, or they are given a small gap. അതേപോലെ താഴെയുമുണ്ട്, ഇവിടെയുമുണ്ട്, the same thing. അപ്പോൾ ഇവിടെ ഈ ലൈനിൽ മേളത്തെയും ഏറ്റവും മുകളിലത്തെയും താഴത്തെയും മെറ്റൽ സ്ട്രൈപ്സിൽ നമുക്ക് ഹൊറിസോണ്ടൽ കണക്ഷൻസും അതേപോലെ നടുക്കുള്ള ഈ രണ്ട് പാർട്ടും വെർട്ടിക്കൽ കണക്ഷൻസുമാണ് തരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ബ്രൗൺ കളറിൽ അതിൻ്റെ ഗമ്മിൻ്റെ ഒരു പാച്ചസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഇളക്കി മാറ്റി വെച്ചേക്കുക. സോ നോർമലി ഒരു ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. സോ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, അപ്പം ബ്രെഡ് ബോർഡിൽ പ്രോപ്പറായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടൊക്കെ കിട്ടത്തുള്ളൂ. So now I am going to show you some different connections between a few resistors, and I will show you how to connect them on the breadboard. So നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ 3 resistors ഇതേപോലെ. These are connected in series. You can find in this circuit also. This is just part of some circuit network, some network. You can find here resistor, again here is resistance which is connected in parallel. ഇതും പാരലൽ ആണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ നെറ്റ്വർക്കിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, കറണ്ട് രണ്ടായിട്ട് ഈ ബ്രാഞ്ചിലേക്കും ഡിവൈഡ് ആയി പോവുക. അപ്പോൾ ഇതേ കോൺസെപ്റ്റ്, ഇതേ രീതിയിൽ തന്നെ നമുക്ക് കണക്ഷൻസ് ഈ ബ്രെഡ് ബോർഡിലും ചെയ്യാൻ പറ്റും. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് വാട്ട് യു ഡ്രോ ഓൺ ദ പേപ്പർ, ദ സെയിം വിൽ നോട്ട് ബി റെപ്ലിക്കേറ്റഡ് ഓൺ ദ ബ്രെഡ് ബോർഡ്, because you have horizontal connections as well as the vertical connections on these two parts. So it will not look like the exact drawn circuit on the paper. It will be different.
അപ്പോൾ ഇവിടെ വീണ്ടും ഈ ബ്രാഞ്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു കപ്പാസിറ്റർ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇവിടെ R1, R2, R3 ഓൾ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇതെങ്ങനെ നമുക്ക് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം, ബട്ട് ദ കണക്ഷൻ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് R1, R2 ആൻഡ് R3 ഷുഡ് ബി കം ഇൻ സീരീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ R1 റെസിസ്റ്റർ, നോട്ട് സ്പെസിഫൈങ് എനി വാല്യൂ ഫോർ ദാറ്റ്, ഐ ഹവ് ടേക്കൺ 3 ആർബിട്രറി റെസിസ്റ്റേഴ്സ്. ഇതുപോലെ ഞാനിവിടെ കണക്ട് ചെയ്ത്, നിങ്ങൾക്ക് ഇതിനെ ഏത് പോയിന്റിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോമ്പണൻസിനെല്ലാം വളരെ തിന്നായിട്ടുള്ള ലീഡ്സാണുള്ളത്, ഒടിഞ്ഞൊന്നും പോകാതെ. അതിൻ്റെ അകത്ത് ഉള്ള മെറ്റൽ സ്ട്രൈപ്സ്, നമ്മളിവിടെ കാണിച്ചതുപോലത്തെ ഈ മെറ്റൽ സ്ട്രൈപ്സിൽ ഓൺലി ഇഫ് ഇതിൻ്റെ ലീഡ്, ഇഫ് ഇറ്റ് ടച്ചസ് ഓൺലി കറണ്ട് ഫ്ലോ വിൽ ഹാപ്പൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ലൂസ് കോണ്ടാക്റ്റ് ആയിട്ട് കിടക്കും. അതിനകത്ത് ടച്ചായി എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നൗ ഞാൻ ഈ R2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പോകാം. നമ്മൾ R2 റെസിസ്റ്റൻസ് നേരെ ഇങ്ങനെ പാരലി കൊണ്ടുവന്ന് കൊടുക്കരുത്, ബിക്കോസ് രണ്ട് ലൈൻസിനും ഇടയിൽ കണക്ഷൻ ഇല്ല. സോ ഇഫ് യു കണക്ട് ഇറ്റ് വെർട്ടിക്കലി ഓൺലി, ഈ R1 റെസിസ്റ്ററിൻ്റെ ഈ പോയിൻറ്റും R2 റെസിസ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി വെർട്ടിക്കൽ കണക്ഷൻ. ഓക്കെ, ദിസ് ഈസ് മൈ R2 റെസിസ്റ്റർ. നൗ R3 ഇതേപോലെ വീണ്ടും ഇതിന് വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഏത് പോയിൻ്റ്, ഇവിടെ 1, 2, 3, 4 ഹോൾസ് ഉണ്ട്, ബാക്കി 3 ഹോളിൽ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ പതുക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മെറ്റൽ സ്ട്രിപ്പിൽ ചെന്ന് താഴെ ചെന്ന് തട്ടിയ ഒരു ഫീല് കിട്ടും. ഓക്കെ, നൗ ദീസ് 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. നെക്സ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള ഒരു 3 റെസിസ്റ്റൻസിൻ്റെ കണക്ഷനാണ് കാണിച്ചത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സീരീസും ഉണ്ട്, പാരലലും ഉണ്ട്. ഈ റെസിസ്റ്റർ മാത്രമാണ് ഒരു ലൈനിൽ വരുന്നത്. ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കറണ്ട് ശരിക്കും ഇവിടെ ഡിവൈഡായി പോകുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഓൾ ആർ പാരലൽ ടു ഈച്ച് അതേഴ്സ്. ദീസ് ആർ ഓൾ പാരലൽ കണക്ഷൻസ്. അപ്പം നമുക്ക് ആദ്യം ഈ റെസിസ്റ്റൻസിൻ്റെ, ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റർ വയ്ക്കുവാണ്, ആദ്യത്തെ റെസിസ്റ്റർ. ഇനി നമുക്ക് വേണ്ടത് ഈ റെസിസ്റ്റൻസും കൂടി ഈ ഒരു പോയിന്റിലാണ് വരേണ്ടത്. അതായത് ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന ഈ ബ്ലൂ റെസിസ്റ്ററിൻ്റെ ഏറ്റവും അറ്റത്തെ ആ ലീഡിലേക്കായിരിക്കണം ഇതിൻ്റെയും കണക്ഷൻ വരേണ്ടത്. ഇത്ര മാത്രമാണ് നിങ്ങൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ വരണം, ഇല്ലെങ്കിൽ ഇതേപോലെ ഷേപ്പ് തന്നെ എനിക്ക് ബ്രെഡ് ബോർഡിൽ വരണം എന്നൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഐ എം കണക്ടിങ് ടു ദിസ് പോയിന്റ്. ഇതിന് വേറെ ഏതെങ്കിലും ഒരു ലൈനിൽ കൊടുത്താൽ മതി. ഓക്കെ, നൗ ഈ 3rd റെസിസ്റ്റർ വീണ്ടും ഇതെല്ലാവരും കോമൺ ആയിട്ട് വരുന്നത്, അപ്പം വീണ്ടും വെർട്ടിക്കലി തന്നെ ഇവിടെ കൊടുക്കുക, അടുത്ത ലൈനിലോട്ട് കൊടുത്തേക്കരുത്. സോ നൗ യു ക്യാൻ സീ വാട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഷുവർ ഇസ് all these 3 points, all these 3 leads of the 3 resistors should meet at one point. Meet at one point means it should be on the same vertical line. എങ്കിൽ മാത്രമേ ഇത് മൂന്നിലും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ഷൻ കിട്ടത്തുള്ളൂ. അടുത്ത ഇതിൻ്റെ ഇപ്പുറത്തെ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ റെസിസ്റ്റൻസിനെ പുള്ളി ചെയ്തിട്ട് ഇതിവിടെ ഒരു പോയിൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടെ കണക്ഷൻ ഇല്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഞാൻ മെറ്റൽ സ്ട്രിപ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ 2 മെറ്റൽ സ്ട്രിപ്പും തമ്മിൽ കണക്ഷൻ സത്യത്തിലില്ല. ഇടയ്ക്ക് കൂടെ ഒരു ഇൻസുലേഷൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാർട്ട് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഒരേ വെർട്ടിക്കൽ സ്ട്രിപ്പിൽ തന്നെ ഈ പോയിൻറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ ഈ പാർട്ട് കഴിഞ്ഞത് ഈ റെസിസ്റ്റൻസും റെസിസ്റ്റൻസും ഇതും കഴിഞ്ഞു. നൗ ടു ദിസ് പോയിൻറ്റ്, ദാറ്റ് ഇസ് ഇവിടെ നമ്മളുടെ അവസാനം കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ ഈ പോയിൻറ്റ്. ടു ദാറ്റ് പോയിൻറ്റ് വി ഹാവ് 1 കപ്പാസിറ്റർ ആൻഡ് 1 റെസിസ്റ്റർ. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെയും കൂടെ കണക്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. അതും ഇതേപോലെ തന്നെ സെയിം പോയിൻ്റാണ്. സോ
First, let us take, so I have an electrolytic capacitor, okay, so this is the negative, this is the positive part, so I am putting here positive and negative. മറ്റത് കോമൺ പോയിന്റിലേക്ക് പോകും. ഇതും ഇതേപോലെ തന്നെ ഇതുപോലെ കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് ആ ലാസ്റ്റ് റെസിസ്റ്റൻസ്, ഈ കാണുന്ന റെസിസ്റ്റൻസ് ആണ് അത് അടുത്ത ഞാൻ കണക്ട് ചെയ്യാൻ പോകും. അതെവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഇതേപോലെ ഇതേ വെർട്ടിക്കൽ സ്ട്രിപ്പിൽ തന്നെ കണക്ട് ചെയ്യും. എന്നാലേ ഈ കപ്പാസിറ്റൻസിൻ്റെ പോസിറ്റീവ് ലീഡും നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് കണക്ട് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ ലീഡും സെയിം പോയിന്റിൽ എത്തത്തുള്ളൂ. ഓക്കെ, നൗ ദിസ് ഈസ് ഓൾസോ കമ്മിങ് ടു സം കോമൺ ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കാണാൻ പറ്റുന്നത് ഇതൊരു കോമൺ ലൈനാണ്. ഈ പോയേക്കുന്ന ലൈൻ കോമൺ ലൈനാണ്. സോ ദിസ് ഈസ് ലൈക്ക് ആക്ടിങ് ലൈക്ക് എ ഗ്രൗണ്ട്. സോ വാട്ട് ഈസ് എ ഗ്രൗണ്ട്? ദ കോമൺ നോഡ് വെർ ഓൾ ദീസ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോമൺ ലൈനാണ് ഈ പോയിരുന്നത്, അത് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും ഈ താഴത്തെ വെർട്ടിക്കൽ സ്ട്രൈപ്പ്, ഈ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രൈപ്സിനെ നമുക്ക് ഗ്രൗണ്ടായിട്ട് എടുക്കാം. അത് നിർബന്ധമല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ കോമ്പണൻസ് ഇവിടെ ഈ സെൻട്രൽ പോർഷനിൽ കണക്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈൻ ഇതൊരു കോമൺ ലൈൻ ആണല്ലോ. അപ്പോൾ ഈ കോമൺ ലൈൻ എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ, അതായത് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ റെസിസ്റ്റൻസ്, പിന്നെ ഈ കപ്പാസിറ്റൻസിൻ്റെ നെഗറ്റീവ് ലീഡ്, പിന്നെ ലാസ്റ്റ് കണക്ട് ചെയ്ത റെസിസ്റ്റൻസ്, അതായത് ഇതെല്ലാം കൂടി ഒരു ലൈനിലാണ് വരേണ്ടത്. സോ നിങ്ങളിങ്ങനെ പാരലായിട്ട് കൊടുത്തിരുന്നാൽ അത് തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടായിരിക്കില്ല, കോമൺ പോയിൻ്റ് നമുക്ക് കിട്ടില്ല. സോ we will take one metal stripe, okay, and connect all those left leads. ഇവിടെ ബാക്കിയുള്ള ലീഡ്സ് എല്ലാം കൂടി കോമൺ ആയിട്ട് ഒരു സ്ട്രൈപ്പിൽ, ഒരു മെറ്റൽ സ്ട്രൈപ്പ് തന്നെ വെർട്ടിക്കലി കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ വരച്ചേക്കുന്ന ഈ കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. Now one more resistance is left, which is this resistance, and we are like giving some input at this point, some input. ഇതൊരു സർക്യൂട്ടിൻ്റെ പാർട്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് സെയിം ഈ പോയിന്റിൽ you can see ഈ റെസിസ്റ്റൻസ്, പിന്നെ ഈ റെസിസ്റ്റൻസ് ലീഡ്, ഈ കപ്പാസിറ്റൻസ് ലീഡ്, ഈ റെസിസ്റ്റൻസിൻ്റെയും ലീഡ് എല്ലാം കൂടി ഈ 4 പോയിന്റിലേക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൗ ദേ ആർ ഓൾ മീറ്റിംഗ് ദിസ് കോമൺ പോയിന്റ്. സോ അക്കോർഡിംഗ് ടു നമ്മളിപ്പം ഒരു ആംപ്ലിഫയർ സർക്യൂട്ടോ റെക്ടിഫയർ സർക്യൂട്ടോ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു ഓപ്പൺ സൈഡ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ടെർമിനലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെയാണിപ്പോൾ ഞാൻ ഈ വരച്ച സർക്യൂട്ടിൻ്റെ ബ്രെഡ് ബോർഡിലുള്ള കണക്ഷൻ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ വി ക്യാൻ ഈദർ ഗിവ് ഇറ്റ് ഹിയർ, ബിക്കോസ് ഇവിടെ വരുന്നതെല്ലാം വെർട്ടിക്കൽ കണക്ഷനാണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടി ഇതിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ലൈനിലായിട്ടൊരു കണക്ഷൻ വരണമെങ്കിൽ നമുക്ക് ഇതേ ലീഡ്സിനെ എടുത്ത് ഇവിടെ ഈ ഹൊറിസോണ്ടൽ സ്ട്രൈപ്സിലും കണക്ട് ചെയ്യാം. ബട്ട് മേക്ക് ഇറ്റ് ഷുവർ ഇവിടെ കാണുന്ന ഈ W ഇതിനിപ്പുറത്തായിരിക്കണം നമ്മളിതെല്ലാം കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പുറത്ത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഇതേപോലെ നിങ്ങളുടെ കോമ്പണൻസിൻ്റെ ലീഡിന് നീളം കുറവാണെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് ഈ റെസിസ്റ്റൻസ്, അതായത് ഈ റെസിസ്റ്റൻസാണ് ഞാൻ കാണിക്കുന്നത്, രണ്ടാമത്തെ റെസിസ്റ്റൻസ്. അത് വരുന്ന പോയിൻറ്റ് ദേ ഇവിടെ ആയിരുന്നു, ഈ കോമൺ പോയിൻറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ മറ്റ് ലീഡ് നമുക്കിവിടെ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഇങ്ങനെ കൊടുക്കാം. ഇപ്പം ഈ പോയിൻറ്റും ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഇവിടുത്തെ ഈ കണക്ഷൻ. അടുത്ത് ഇനി ഇതാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡാണ് ഈ കോമൺ പോയിൻറ്റിലേക്ക് വരേണ്ടത്. ബട്ട് വി ഡോണ്ട് ഹാവ് സഫീഷ്യൻറ്റ് ലെങ്ത്. നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു കണക്റ്റിംഗ് വയർ, ഇതൊരു കണക്റ്റിംഗ് വയറാണ്, ഇതിനെടുത്ത്
ഇവിടെ വെർട്ടിക്കൽ കണക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം ഇവിടുത്തെ ഒരു ഹൊറിസോണ്ടൽ പോയിന്റിലും കൊടുക്കുക. Now this is equivalent to connecting this negative directly to this common points. പിന്നെ ഫൈനലി നമ്മളുടെ ഈ ലാസ്റ്റ് റെസിസ്റ്റൻസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ലൈൻ ഒരു സെയിം ലൈനിൽ കണക്ട് ചെയ്ത ഒരു ഫീലായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ വെർട്ടിക്കൽ കണക്ഷൻ, ഇവിടെ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ഹൊറിസോണ്ടൽ കണക്ഷൻ കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ബ്രെഡ് ബോർഡിൽ ബേസിക് ആയിട്ട് സർക്യൂട്ട്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. താങ്ക് യു.